പച്ചരിയും മുട്ടത്തോടും മാത്രം മതി നിങ്ങളുടെ ഗാർഡനിൽ ഓർക്കിഡ് പൂക്കളുടെ പൂരം തന്നെ തീർക്കാൻ. പൂവിടാത്ത ഓർക്കിഡുകൾ പോലും തളിർക്കാൻ സഹായിക്കുന്ന ഈ സീക്രട്ട് വളം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഈ വളം ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. നിങ്ങൾക്കും ഇതുപോലെ ഓർക്കിഡിൽ 2 സ്പൈക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ആഗ്രഹമുണ്ടോ? എങ്കിൽ പച്ചരിയും മുട്ടത്തോടും വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഈ മാജിക് വളം മാത്രം മതി. പക്ഷെ നമ്മൾ ഈ ഫെർട്ടിലൈസർ നമ്മുടെ പ്ലാന്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ അളവിലും രീതിയിലും ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനായി മെയിനായി ആവശ്യമുള്ളത് 2 സാധനങ്ങളാണ്. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചരിയാണ്. ബസ്മതി അരി പോലെ വില കൂടിയ അരിയുടെ ആവശ്യം നമുക്ക് ഇല്ല. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മറ്റ് പോഷകങ്ങളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ പച്ചരിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയന്റ് ആണ് മുട്ടത്തോട്. ഇതില് 95% കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഈ കാൽസ്യം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് നന്നായിട്ട് വളർന്നു വരാനും ഫ്ലവേഴ്സ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. മുട്ടത്തോട് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കുക. പച്ചയോടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മുട്ടത്തോട് ഒരു കാരണവശാലും ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് പൊടിച്ച് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. മുട്ടത്തോട് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഇത് അവിടെ തങ്ങിക്കിടന്ന് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് മുട്ടത്തോണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞ് അതിന്റെ കാൽസ്യമൊക്കെ അതിന് പ്ലാന്റിന് വലിച്ചെടുക്കാനായിട്ട് വളരെ കാലതാമസം വരും. നമ്മുടെ പ്ലാന്റിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ പൊടിച്ചാണ് ഉപയോഗിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ വളത്തിനുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണിത്. മുട്ടത്തോട് കഴുകി ഉണക്കിയെടുത്തതും നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അടുത്തത് പച്ചരിയാണ്. പച്ചരി നമുക്ക് കഴുകിയെടുക്കണമെന്നില്ല, ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഇത് രണ്ടും ഒന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻസ് തയ്യാറായി കഴിഞ്ഞു. ഇനി വളം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തിളച്ചിരിക്കുന്ന വെള്ളമാണ്. ഇതിന് നന്നായിട്ട് കൂളായ ശേഷം മാത്രമേ നമ്മളിത് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. ധൃതിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് തലേന്ന് തന്നെ തിളപ്പിച്ച് വെച്ചിട്ട് പകലാകുമ്പോഴേക്കും നന്നായിട്ട് തണുത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഫെർട്ടിലൈസർ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്, നല്ല കൂളായിട്ടുണ്ട്. ഞാനിത് അരിച്ചെടുത്തതാണ്. നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് ഡൈല്യൂട്ട് ചെയ്ത ശേഷം മാത്രമേ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ അളവൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക.
തെറ്റിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റിന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. മുട്ടത്തോടും പച്ചരിയും വെച്ചുണ്ടാക്കിയ ഈ ഫെർട്ടിലൈസർ ഒരു നല്ല അടിപൊളി ഫെർട്ടിലൈസറാണ്. നിങ്ങളിതൊന്ന് നിങ്ങളുടെ പ്ലാന്റ്സിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. റിസൾട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുക എന്നതായിരിക്കും. പിന്നീട് ഇത് നമ്മൾ ഓർക്കിഡിന് മാത്രമല്ല കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നത്. അഡീനിയം, റോസ്, മറ്റുള്ള ചെടിയെ ഗാർഡനിൽ നമ്മൾ വളർത്തിയിട്ടുള്ള എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഉപയോഗിച്ച ശേഷം ഒന്ന് കമൻസ് ഒക്കെ ചെയ്യുക. റിസൾട്ട് ഒന്ന് കമൻ്റ് ആയിട്ടൊക്കെ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.